വെൽക്കം ടു സാലം ലേണിംഗ്. അപ്പോൾ നമ്മളിതാ അടിപൊളിയായ ഓണപരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേസിക് സയൻസിന്റെ ധാരാളം ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ 4th യൂണിറ്റ് ആണ് സീഡ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ട്. ഒരു കാര്യം മിസ് പറഞ്ഞു തരാം, ചില സ്കൂളുകളിൽ ഈ ഒരു ചാപ്റ്റർ എടുത്തിട്ടില്ല, പക്ഷെ സിലബസിൽ ഈ ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്താണെങ്കിലും ഈ ഒരു യൂണിറ്റും കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് കവറപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു ചാപ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു വിത്ത് എങ്ങനെ മുളയ്ക്കും, അല്ലെങ്കിൽ ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി വിത്ത് മുളച്ച് മാത്രമാണോ ചെടികൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാവുന്നുണ്ടോ, അതുപോലെ തന്നെ വിത്ത് മുളച്ച് ചെടിയായ ആ ചെടികളുടെ ഇലകളും അല്ലെങ്കിൽ ആ ചെടികളുടെ വേരുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുവാണ്, എന്തൊക്കെ കിട്ടിയാലാണ് വിത്ത് മുളയ്ക്കുന്നത്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ വിത്ത് മുളയ്ക്കണമെങ്കിൽ വെള്ളം വേണം, സൂര്യപ്രകാശം വേണം, അതുപോലെ തന്നെ വളം വേണം, അങ്ങനെ പല പല ഉത്തരങ്ങൾ നമുക്കുണ്ട്. പക്ഷെ 5ാം ക്ലാസ്സിൽ ഈ ഒരു യൂണിറ്റ് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടി പറയേണ്ട കൃത്യമായ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരത്തിലേക്കാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തൊക്കെ കിട്ടിയാലായിരിക്കും വിത്ത് മുളയ്ക്കുന്നത്, അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ, കുറച്ച് എക്സ്പെരിമെന്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഏതെല്ലാം എക്സ്പെരിമെന്റ് ആണെന്ന് അറിയാവോ? ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 3 എക്സ്പെരിമെന്റ്സ്. അപ്പൊ ഈ ഏതൊക്കെയാണ് എക്സ്പെരിമെന്റ്സ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മിസ് പറഞ്ഞു തരാം. ഏറ്റവും ആദ്യത്തെ ഒരു ഫിഗർ നോക്കിക്കോ. ഏറ്റവും ആദ്യത്തെ ഫിഗറിൽ നമ്മളൊരു ട്രാൻസ്പാരന്റ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ട്രാൻസ്പാരന്റ് ഗ്ലാസ്സിൽ നമ്മൾ നനഞ്ഞ കോട്ടൺ അല്ലെങ്കിൽ നനഞ്ഞ പഞ്ഞിയാണ് യൂസ് ചെയ്തത്. എന്നിട്ട് ജസ്റ്റ് നമ്മളൊരു വിത്ത് ജസ്റ്റ് വെച്ചതേ ഉള്ളൂ. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ വിത്ത് മുളയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഈ ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടില്ല, മണ്ണ് യൂസ് ചെയ്തിട്ടില്ല അല്ലെ, ശരിയല്ലേ? മണ്ണ് യൂസ് ചെയ്തിട്ടില്ല, നേരെ മറിച്ച് നമ്മൾ എന്താ യൂസ് ചെയ്തത്, നനഞ്ഞ പഞ്ഞിയാണ് യൂസ് ചെയ്തത്. അതായത് നമ്മൾ വാട്ടർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എയർ കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ മണ്ണ് മാത്രം കൊടുത്തിട്ടില്ല. മണ്ണ് കൊടുത്തില്ലെങ്കിൽ പോലും ഇവിടെ വിത്ത് മുളച്ചതായിട്ട്, സീഡ് സ്പ്രൗട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് ഇവിടെ നിന്ന് അനുമാനിക്കാനായിട്ട് പറ്റും, സോയിൽ എന്ന് പറയുന്നത് വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് സോയിൽ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ. ശരിയല്ലേ? സോയിൽ വേണ്ട. ഇനി അടുത്തൊരു എക്സ്പെരിമെന്റ് നിങ്ങൾ നോക്കിയേ. അടുത്ത എക്സ്പെരിമെന്റിൽ ഇതേപോലെ നമ്മളൊരു ട്രാൻസ്പാരന്റ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്, നമ്മൾ സോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മണ്ണിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള സോയിലാണ് നമ്മൾ യൂസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ വിത്ത് നട്ടു. ഇനി വിത്ത് മുളയ്ക്കുവോ ഇല്ലയോ? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നോക്കിയാലും ഇവിടുത്തെ സീഡ് സ്പ്രൗട്ട് ചെയ്തില്ല എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇവിടെ നമ്മൾ വെള്ളം കൊടുത്തിട്ടില്ല. സോ നമുക്ക് പറയാൻ പറ്റും വാട്ടർ എന്ന് പറയുന്നത് സീഡ് ജെർമിനേഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെള്ളമില്ലെങ്കിൽ അവിടെ വിത്ത് മുളയ്ക്കില്ല അല്ലെ. അപ്പം വാട്ടർ എന്ന് പറയുന്നത് വെരി നെസസറി. അതേസമയം ആദ്യത്തെ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലായി സോയിൽ എന്ന് പറയുന്നത് വേണ്ട. ഈ പറയുന്ന മണ്ണില്ലെങ്കിലും വിത്ത് മുളയ്ക്കും, പക്ഷെ വെള്ളമില്ലെങ്കിൽ വിത്ത് മുളയ്ക്കില്ല. ഇനി 3ാമത്തെ എക്സ്പെരിമെന്റിലേക്ക് പോയപ്പോഴേക്കും നമ്മൾ ട്രാൻസ്പാരന്റ് ഗ്ലാസ് ഒന്നുമല്ല, സൺലൈറ്റ് ഒന്നും അകത്ത് കിടക്കാത്ത തരത്തിലുള്ള ഒരു ഗ്ലാസ് ആണ് നമ്മൾ ചൂസ് ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ മണ്ണും വെള്ളവും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി സൺലൈറ്റ് കടക്കാതിരിക്കാൻ വേണ്ടിയാണ് നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് കൊണ്ട് നമ്മൾ അത് ക്ലോസ് ചെയ്ത് വെച്ചത്. അതായത് ഇവിടെ നമ്മൾ ഏതാണ് കൊടുക്കാത്തത്, സൺലൈറ്റ് ആണ് കൊടുക്കാത്തത്. സോയിൽ കൊടുത്തു, വാട്ടർ കൊടുത്തു, പക്ഷെ സൺലൈറ്റ് നമ്മൾ കൊടുത്തില്ല. ഈ ഒരു സിറ്റുവേഷനിൽ സീഡ് ജെർമിനേറ്റ് ചെയ്യുമോ? സീഡ് ജെർമിനേറ്റ് ചെയ്യും. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും, സൺലൈറ്റും വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എന്തെല്ലാം ഘടകങ്ങളാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ളത്? വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, പക്ഷേ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിന് പുറമെ വായു, അനുകൂലമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. അതിങ്ങനെ ഓരോ വിത്തിനനുസരിച്ചിരിക്കും ഈ പറയുന്ന, അല്ലെങ്കിൽ ഏതാണ് താപനില വേണ്ടത്, അല്ലെങ്കിൽ എത്ര വെള്ളം വേണം, അതുപോലെ തന്നെ എത്ര സമയം വേണം എന്നൊക്കെ അത് ഓരോ വിത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടുന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ട കാര്യം, വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? 3 ഘടകങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? ഒന്ന് വാട്ടർ,
2 എയർ, 3 സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. എന്തൊക്കെയാണ് വേണ്ടാത്തത്? സോയിൽ വേണ്ട, സൺലൈറ്റ് വേണ്ട. ഇനി ഇവിടെ ഒരു കാര്യം കൂടി മക്കൾ ആലോചിക്കണം. ഇവയൊക്കെ അതായത് ഈ സോയിൽ അല്ലെങ്കിൽ സൺലൈറ്റ് ഒക്കെ വിത്ത് മുളയ്ക്കാനാണ് ആവശ്യമില്ലാത്തത്. മുളച്ച് കഴിഞ്ഞ് പിന്നീട് അവരുടെ ഗ്രോത്തിന് അല്ലെങ്കിൽ പിന്നീട് അവരുടെ വളർച്ചയ്ക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. വിത്ത് മുളച്ചിട്ട് പിന്നെ അവർക്ക് ജീവിക്കണമെങ്കിൽ ഈ പറയുന്ന മണ്ണും ഈ പറയുന്ന സൺലൈറ്റും ഒക്കെ വേണം. അത് നിങ്ങൾ ഓർക്കുക. അപ്പൊ വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഘടകങ്ങൾ നിങ്ങൾ ഓർക്കണം. ഇനി വിത്ത് മുളയ്ക്കുന്ന ടൈം എന്തെല്ലാം മാറ്റങ്ങളാണ് വിത്തിനുണ്ടാവുന്നത്, അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഒരു വിത്ത് നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്തു? ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മണ്ണിൽ കുഴിച്ചിട്ടു. മണ്ണിൽ കുഴിച്ചിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ആ ഒരു വിത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്? യെസ്, ഇവിടെ നോക്കിക്കേ, ആദ്യമായിട്ട് ഒരു ഭാഗം താഴോട്ട് വളരുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാ താഴോട്ട് വളരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് പിന്നീട് റൂട്ടായിട്ട് മാറുന്നത്. കണ്ടോ? മണ്ണിന്റെ അടിയിലോട്ട് വളർന്ന് അത് പിന്നീട് റൂട്ടായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. സോ ആദ്യമായി മണ്ണിന്റെ അടിയിലോട്ട് വളർന്ന് റൂട്ടായിട്ട് മാറുന്ന ഈ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കൾ പറയണം അത് റാഡിക്കിൾ ആണ്. അതെന്തായിട്ട് മാറുന്നു എന്ന് ചോദിച്ചാൽ മക്കൾ പറയണം അത് റൂട്ട് അല്ലെങ്കിൽ വേരായിട്ട് മാറുന്നു. ഇനി അത് മാത്രം മതിയോ? നമുക്ക് സ്റ്റെമ്മ് വേണം, ലീഫ് വേണം, അങ്ങനെ കുറെ കാര്യങ്ങൾ വേണം. ഇനി രണ്ടാമത് ഏത് ഭാഗമായിരിക്കും സ്റ്റെമ്മായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഏത് ഭാഗമായിരിക്കും മണ്ണിന്റെ മുകളിലോട്ട് വളരുന്നത്? ആ ഒരു ഭാഗമാണ് മക്കൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. കണ്ടോ? ഇതാണ് നമ്മുടെ വിത്ത്. ഇതാണ് നമ്മുടെ വിത്ത്. ആ വിത്തിൽ നിന്നും റൂട്ടൊക്കെ ഉണ്ടായത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നോക്കിക്കേ, ആ വിത്തിൽ നിന്നും ഇവിടെ നിങ്ങൾക്കൊരു പച്ചയില പുറത്തോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് പിന്നീട് ഈ കാണുന്ന സ്റ്റെമ്മായിട്ട് മാറിയിട്ടുള്ളത്. അല്ല, ഈ കാണുന്ന സ്റ്റെമ്മായിട്ട് മാറിയിട്ടുള്ളത്. ആ സ്റ്റെമ്മിൽ നിന്നാണ് ഇലകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സ്റ്റെമ്മായിട്ട് മാറുന്ന ഈ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലൂമ്യൂൾ അല്ലെങ്കിൽ ബീജശീർഷം എന്ന് പറയുന്നത്. അപ്പൊ വേരായിട്ട് മാറുന്നത് എന്താന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? യെസ്, റാഡിക്കിൾ ആണ്. ഇനി കാണ്ഡം അല്ലെങ്കിൽ സ്റ്റെമ്മായിട്ട് മാറുന്നത് ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? നമ്മുടെ പ്ലൂമ്യൂൾ അല്ലെങ്കിൽ ബീജശീർഷമാണ്. ഇനി അടുത്ത ചോദ്യം എന്തായിരിക്കും? ഇവർക്ക് രണ്ടുപേർക്കും ജീവിക്കണം. സാധാരണഗതിയിൽ ഇലകളിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ ഇലയൊക്കെ ഉണ്ടാവുന്നത് വരെ അവർക്ക് ജീവിക്കണ്ടേ? അപ്പൊ അവർക്ക് ജീവിക്കണമെങ്കിൽ അവർക്ക് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയായിരിക്കും? ആ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിഡൻ എന്ന് പറയുന്നത്. എന്താണ് ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിഡൻ എന്ന് പറയുന്നത്? അപ്പൊ അവരുടെ ഫംഗ്ഷൻ എന്താണ്? ഈ പറയുന്ന ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം. ഓക്കെ, അത് മക്കൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇവിടുത്തെ വേറൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ എല്ലാ വിത്തിനും ഒരു ബീജപത്രം മാത്രമൊന്നും അല്ല, ചിലതിന് 2 ബീജപത്രം ഉണ്ടാവും. അപ്പൊ ഈ 2 ബീജപത്രമുള്ള ചെടികൾക്കൊക്കെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന ബീജപത്രങ്ങളിൽ തന്നെയാണ്. പക്ഷെ ഒരു ബീജപത്രമുള്ള ചെടികളുണ്ട്. ഒരു ഉദാഹരണമാണ് ഇവിടെ കാണുന്ന ചോളം. അപ്പൊ അവിടെ എവിടെയാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയാവോ? ബീജപത്രത്തിലല്ല, നേരെ മറിച്ച് ബീജപത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ബീജാന്നം അല്ലെങ്കിൽ എൻഡോസ്പേം എന്ന് പറയുന്ന ആ ഒരു റീജിയനിലാണ്. ഇതും മക്കൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന സീഡ് ജെർമിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് വിത്തിൽ നിന്ന് മാത്രമാണോ ചെടി ഉണ്ടാവുന്നത്? അതാണ് നമുക്ക് അറിയേണ്ടത്. അല്ല, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് നിശാഗന്ധി കാണാനായിട്ട് പറ്റും. ഇലകളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ബ്രയോഫിലം ഇലമുളച്ച് കാണാനായിട്ട് പറ്റും. അതും ഇലകളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. കറി ലീഫ് വേരിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഹൈബിസ്കസ് ചെമ്പരത്തി തണ്ടിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ വിത്തിൽ നിന്ന് മാത്രമല്ല, റൂട്ടിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റെമ്മിൽ നിന്നും ലീഫിൽ നിന്നും ഒക്കെ പുതിയ ചെടികൾ ഉണ്ടാകും എന്നൊരു പോയിന്റ് മക്കൾ ഇവിടെ ഓർക്കുക. അതിനൊരു പേരുണ്ട്, ദാറ്റ് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനം എന്ന് പറയും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനില്ല, ഇത് ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന അടുത്തൊരു ടോപ്പിക്കാണ് എന്താണ് സീഡ് ഡിസ്പേഴ്സൽ, വിത്ത് വിതരണം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള മാവ് തന്നെ, ആ ഒരു മോഡലിലുള്ള മാവ് ചിലപ്പോൾ നിങ്ങളുടെ അയൽവക്കത്തെ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലുണ്ടാവും. അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള മാവിന്റെ വിത്ത് ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരു മാവിന്റെ തന്നെ പല വിത്തുകൾ പല പ്രദേശത്ത് ഇങ്ങനെ കിടപ്പുണ്ടാവും. അതുകൊണ്ടാണ് പല ചെടികൾ നമുക്ക് പല പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഒരു ചെടികൾ പല പ്രദേശങ്ങളിലായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അല്ല,
അല്ലെ? നമുക്കിപ്പോ നമ്മുടെ വീട്ടില് ഈ പറയുന്ന പേര മാത്രം ഉണ്ടാവണമെന്നില്ല, പേരയും അതുപോലെ തന്നെ തെങ്ങും കവുങ്ങും എല്ലാം ഉണ്ടാവും. അതേപോലെയാണ് അയൽവക്കത്തെ വീട്ടിലും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ പല വൃക്ഷങ്ങൾ ഒരു പ്രദേശത്ത് കാണണമെങ്കിൽ ഒക്കെ എന്ത് വേണം? ഇതുപോലെ വിത്ത് വിതരണം ചെയ്യപ്പെടണം. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. എന്താണ്? മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലത്തോട്ട് വിത്തുകൾ എത്തപ്പെടുന്നതിനെയാണ് നമ്മൾ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. സീഡ് ഫ്രം മദർ പ്ലാന്റ് റീച്ച് ഡിഫറെന്റ് ലൊക്കേഷൻ. അപ്പൊ ഏതെല്ലാം രീതിയിലാണ് വിത്ത് വിതരണം നടത്തുന്നത് എന്നാണ് നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ കാണാനായിട്ട് പറ്റും. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് എന്താ കാണാനായിട്ട് പറ്റുന്നത്? ഒരു തേങ്ങ വെള്ളത്തിലൂടെ ഒഴുകിപ്പോന്നു. അതിങ്ങനെ ആ ഒരു വാട്ടറിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ഇങ്ങനെ ഒഴുകിപ്പോയി എവിടെയാണോ നിൽക്കുന്നത് അവിടെ വെച്ചിട്ട് പുതിയ തെങ്ങ് ഉണ്ടാവുന്നു. അതായത് ഇവിടെ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? വാട്ടറിലൂടെയാണ്. ഇനി അടുത്തത് അസ്ത്രപ്പുല്ല്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് വിത്ത് വിതരണം നടത്തുന്നത്? നമ്മളിപ്പോൾ പറമ്പിലേക്ക് ഇറങ്ങിയാൽ തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ഡ്രസ്സിൽ ധാരാളം വിത്തുകൾ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. നമ്മളത് കാണുന്ന ടൈമിൽ നമ്മളതെടുത്ത് കളയും. അപ്പോൾ അത് കളയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ചെടിയുടെ അല്ലെങ്കിൽ ആ ഒരു മദർ പ്ലാന്റിന്റെ വിത്ത് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് വിതരണം ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ചെടികളിലൊക്കെ എങ്ങനെയാണ് വിത്ത് വിതരണം നടത്തുന്നത്? ആനിമൽസിലൂടെ, ജന്തുക്കളിലൂടെ ആയിരിക്കും. ഈ പശുവിനെയൊക്കെ പുറത്ത് കെട്ടാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അതിന്റെ ശരീരത്തിൽ ധാരാളം ഇതുപോലെ സീഡ്സുകൾ കാണാനായിട്ട് പറ്റും. ഇനി അടുത്തത് റബ്ബർ എങ്ങനെയാണ്? ബൈ ബസ്റ്റിംഗ്, അതായത് പൊട്ടിത്തെറിച്ചാണ് റബ്ബർ വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്നത്. ഇനി അടുത്തത് നമ്മുടെ അപ്പൂപ്പന്താടിനെ പറ്റി ഒരു ഡൗട്ടും ഉണ്ടാവില്ല. അതെങ്ങനെയാണ്? കാറ്റിലൂടെയാണ്. ഇനി ഇത് കൂടാതെ തന്നെ പല പക്ഷികളും അത്തിപ്പഴം പോലുള്ള വളരെ ഫ്ലഷി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട് കഴിച്ചിട്ട് അതിന്റെ കാഷ്ടത്തിലൂടെ അല്ലെങ്കിൽ അതിന്റെ വിസർജനത്തിലൂടെ വിത്ത് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പം വിത്ത് വിതരണത്തിനുള്ള വിവിധ മാർഗങ്ങൾ മക്കൾ ആലോചിക്കണം. കാറ്റ് വഴിയുണ്ട്, വാട്ടർ വഴിയുണ്ട്, അതുപോലെ തന്നെ ബേർഡ്സ് അല്ലെങ്കിൽ ആനിമൽസ് വഴിയുണ്ട്, ബൈ ബേർസ്റ്റിംഗ് പൊട്ടിത്തെറിച്ചുമുണ്ട്. അപ്പൊ ഇതും മക്കൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ലാസ്റ്റ് ഇയർ അതായത് 4ാം ക്ലാസ്സിൽ പഠിച്ച സെയിം കാര്യമാണ്. ഡിഫറെന്റ് ഇലകളും ഡിഫറെന്റ് വേരുകളെ പറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്താ കാണാനായിട്ട് പറ്റുന്നത്? 2 ഇല. ഓരോ ഇലയും അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന 2 ഇലയും ഒരുപോലെയാണോ? അല്ല, ഓരോ ഇലയും വ്യത്യാസമാണ്. ആദ്യത്തെ ഇല എങ്ങനെയാണ് കാണുന്നത്? അതിന് മെയിനായിട്ട് ഒരു കളർ എടുക്കുക. അതിന് മെയിനായിട്ട് ഇതാ ഒരു വെയിന് അല്ലെങ്കിൽ ഞരമ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അതിനോട് ചേർന്ന് കുട്ടി വേരുകളും കുട്ടി വെയിൻസ് അല്ലെങ്കിൽ കുട്ടി ഞരമ്പുകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പക്ഷെ രണ്ടാമത്തെ ഇല എങ്ങനെയാണ്? അതിന്റെ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി മറ്റേ ഭാഗം വരെ ഇങ്ങനെ പാരലൽ ആയിട്ടാണ് അതിന്റെ വെയിൻസ് അല്ലെങ്കിൽ അതിന്റെ ഞരമ്പുകൾ പോകുന്നത്. അപ്പൊ ഒരു ഇലയുടെ വെയിൻസ് അല്ലെങ്കിൽ ഒരു ഇലയുടെ സിരകൾ അല്ലെങ്കിൽ ഞരമ്പുകൾ എന്നൊക്കെ പറയും. അവയുടെ ക്രമീകരണം അനുസരിച്ച് നമുക്ക് ഇലകളെ 2ആയിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ്? അപ്പൊ ഇവിടെ ഒന്നാമത്തെ ചിത്രം നോക്കിയാൽ അറിയാം, അതൊരു നെറ്റ്വർക്ക് ലൈക്കാണ്, വലക്കണ്ണികൾ പോലെയാണ് അല്ലെ? വലക്കണ്ണികൾ പോലെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വെനേഷൻ അല്ലെങ്കിൽ ഈ ഒരു സിരാവിന്യാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെറ്റിക്കുലേറ്റ് വെനേഷൻ അല്ലെങ്കിൽ ജാലികാ സിരാവിന്യാസം എന്ന് പറയുന്നത്. ഇനി അതേസമയം ഇവിടെ എന്താണ്? അത് പാരലൽ അറേഞ്ച്മെന്റ്. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരലൽ വെനേഷൻ അല്ലെങ്കിൽ സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം പറഞ്ഞു തരാം. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതാ വേരുകളും കൂടി ഒന്ന് കമ്പയർ ചെയ്യുവാണ്. വേരുകൾ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? ഇവിടെ ഫസ്റ്റ് ഫിഗർ നോക്കിയാൽ എന്താ? മെയിനായിട്ട് ഒരാളുണ്ടാവും, മെയിനായിട്ടൊരു റൂട്ട് ഉണ്ടാവും. അതിനോട് ചേർന്ന് കുഞ്ഞു റൂട്ടുകൾ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കിയാൽ എന്താണ്? ഒരു കൂട്ടമാണ്, ഏകദേശം ഒരേപോലെയുള്ള പല വേരുകളുടെ ഒരു കൂട്ടമാണ്, ഒരു ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതിനെ നമുക്ക് 2ആയിട്ട് തിരിതിരിക്കാനായിട്ട് പറ്റും. എങ്ങനെ? യെസ്, ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ മെയിനായിട്ട് ഒരു റൂട്ടും അതിനോട് ചേർന്ന് കുട്ടി റൂട്ടും ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് തായ്വേര് പഠനം അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇനി ഇതുപോലെ ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കാം. അപ്പൊ ഓരോന്ന് പറയാം. റെറ്റിക്കുലേറ്റ് വെനേഷൻ അല്ലെങ്കിൽ ജാലികാ സിരാവിന്യാസം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ലൈക്ക് വെനേഷൻ അല്ലെങ്കിൽ വലക്കണ്ണികൾ പോലെ എന്ന് മക്കള് ആലോചിക്കണം. ഇനി അതുപോലെ തന്നെ പാരലൽ വെനേഷൻ എന്ന് പറഞ്ഞാൽ പാരലൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ സമാന്തരമായിട്ടുള്ള അറേഞ്ച്മെന്റ് എന്ന് മക്കള് അനുമാനിക്കണം. ഇനി അടുത്തത് ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ തായ്വേര് പടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന മെയിനായിട്ടൊരു ടാപ്പ് റൂട്ടും അതിനോട് ചേർന്ന് കുട്ടി റൂട്ടുകളും ഉണ്ടാവും. ഇനി അടുത്തത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ നാരുവേര് പടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലസ്റ്റർ ഓഫ്
സിമിലർ റൂട്ടാണ്. ഇനി ഒരു ചെടിയെ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ചെടിയുടെ റൂട്ടും ആ ചെടിയുടെ വെനേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതായത് നിങ്ങൾ ഇങ്ങനെ പല സസ്യങ്ങൾ, പല പ്ലാന്റ്സ് നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്താൽ അതിൽ ഏതൊക്കെ പ്ലാന്റ്സിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഉണ്ടോ അല്ലെങ്കിൽ നാരുവേര് പടലമുണ്ടോ ആ പ്ലാന്റ്സിന്റെ ഒക്കെ വെനേഷൻ എന്ന് പറയുന്നത് പാരലൽ വെനേഷൻ അല്ലെങ്കിൽ സമാന്തര ശിരാവിന്യാസമായിരിക്കും. ഓക്കെ, അതൊരു കണക്ഷനാണ്. അതുപോലെ തന്നെ ഏത് പ്ലാന്റ്സിന്റെ വേരുകൾ നിങ്ങൾ ടാപ്പ് റൂട്ട് അല്ലെങ്കിൽ താഴ്വേര് പടലമായിട്ട് കാണുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഇലകൾ എന്ന് പറയുന്നത് റെറ്റിക്കുലേറ്റ് വെനേഷൻ അല്ലെങ്കിൽ ജാലികാ ശിരാവിന്യാസമായിരിക്കും. അപ്പൊ ഈ ഒരു കണക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ഓക്കെ, അത് മക്കള് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഒരു പോയിന്റ് പറയുന്നത് മോണോക്കോട്ട് അല്ലെങ്കിൽ ഡൈക്കോട്ടം, അതായത് ഏകബീജപത്ര സസ്യങ്ങൾ, ദ്വിബീജപത്ര സസ്യങ്ങൾ. ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. മോണോക്കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബീജപത്രം മാത്രമുള്ള ചെടികളാണ്. അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെല്ല്, തെങ്ങ്, കവുങ്ങ്, ഗോതമ്പ്, ചോളം ഇവയൊക്കെ എന്താണ്, ഒരു ബീജപത്രം മാത്രമേ ഉള്ളൂ. ഇനി അതേസമയം ഒരു ബീജപത്രമല്ല 2 ബീജപത്രം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈക്കോട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സ് ഹാവിംഗ് 2 cotyledons are called dicotyledons plants. Okay, plants having 1 cotyledons is called monocotyledons. അല്ലെങ്കിൽ അതിന്റെ പേര് തന്നെയാണ് മോണോക്കോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ പേര് തന്നെയാണ് ഏകബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? യെസ്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ അവസാനമായിട്ട് പറയുന്നത് നമുക്കിപ്പം കാണാൻ പറ്റാത്ത, അതായത് ഇപ്പൊ ഒന്നും വളരെ റെയർ ആയിട്ട് അല്ലെങ്കിൽ കാണാൻ പോലും പറ്റാത്ത പല 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 സസ്യങ്ങളുടെ പേരുകളാണ്. കുറെ ഒന്നും പറയുന്നില്ല, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ചെടികൾ, നമുക്ക് ഇൻ ദ സെൻസ് നമ്മുടെ പാരന്റ്സിന് ഫെമിലിയർ ആയിട്ടുള്ള ചെടികളൊക്കെയാണ്. അതിൽ തുമ്പ നിങ്ങൾ മറന്നു പോവില്ല അല്ലെ, കാരണം ഓണം വരുന്നത് അത്തപ്പൂക്കളത്തിന്റെ ഏറ്റവും സെന്ററിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് തുമ്പ എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം വളരെ കുറവാണ്. അപ്പൊ തുമ്പ, അതുപോലെ തന്നെ മുള്ളിലം, ഇവയൊക്കെ അന്യം നിന്ന് പോകുന്ന കുറച്ച് ചെടികളാണ്. അവയുടെ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, കാരണം 1 വേർഡ് എങ്ങാനും ചോദിച്ചാൽ നമുക്ക് എഴുതണ്ടേ. യെസ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ പറയുന്ന 4th ചാപ്റ്റർ സീഡ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഓണപ്പരീക്ഷ മാത്രമേ സെറ്റ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ആനുവൽ എക്സാം ഉണ്ട്, അതിന്റെ ഇടയിൽ ക്രിസ്മസ് ഉണ്ട്, ഇതും നമുക്ക് സെറ്റ് ആക്കണം. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ കാണുന്നത് പോലെ സൈലത്തിന്റെ പുതിയ ബാച്ച് വരുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ സ്വന്തം പൃഥ്വി ബാച്ച് ആണ്. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ 10% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ട് ക്ലാസ് കാണണമെങ്കിൽ ടാബ്ലറ്റും 10% ഡിസ്കൗണ്ടോട് കൂടി പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി അതിന്റെ കൂടെ തന്നെ 10% ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ ഈ പറയുന്ന FTE10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യണം. അത് മക്കള് മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചെറിയ കോണ്ടന്റ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുമായിട്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടായിരിക്കും. നിങ്ങൾ സീഡ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും അതും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പൊ അടിപൊളിയായിട്ട് ഇത്തവണത്തെ ഓണപ്പരീക്ഷ നമുക്ക് കളറാക്കാം. ബൈ.